പ്രൈസ് ദ ലോർഡ്. ലോഗോസ് ക്വിസ് 2025 മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിൻ്റെ 17ാമത്തെ വീഡിയോയിൽ POC നൽകിയിട്ടുള്ള 400 ചോദ്യങ്ങളിൽ 204 മുതൽ 257 വരെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. POCയുടെയും മോക്ക് ടെസ്റ്റിൻ്റെയും ചോദ്യോത്തരങ്ങളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 204. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര്? എ. ഫരിസേയർ, ബി. ശിഷ്യന്മാർ, സി. ജനങ്ങൾ, ഡി. അപ്പസ്തോലന്മാർ. ഉത്തരം ഡി. അപ്പസ്തോലന്മാർ. ചോദ്യം 205. നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്ന് യേശു പറയുന്നത്? എ. ഹൃദയത്തിൽ ശങ്കിക്കാത്ത, ബി. ശിശുക്കളുടെ എത്ര, സി. കടുകുമണിയോളം, ഡി. ഗോതമ്പ് മണിയോളം. ഉത്തരം സി. കടുകുമണിയോളം. ചോദ്യം 206. ഒരു ഭൃത്യൻ ഉഴുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. എ. ഇനി നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന്, ബി. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്, സി. എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുക എന്ന്, ഡി. എന്നോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന്. ഉത്തരം ബി. നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന്. ചോദ്യം 207. എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ. ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ, ബി. ഉപജീവനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ, സി. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവൻ, ഡി. മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്നവൻ. ഉത്തരം എ. ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും. യേശു ഇത് പറഞ്ഞത് ആരോട്? എ. ശിഷ്യരോട്, ബി. ജനങ്ങളോട്, സി. ഫരിസേയരോട്, ഡി. നിയമജ്ഞരോട്. ഉത്തരം എ. ശിഷ്യരോട്. ചോദ്യം 208. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് എവിടേക്കായിരുന്നു? എ. സിനഗോഗിലേക്ക്, ബി. ദേവാലയത്തിലേക്ക്, സി. ദൈവസന്നിധിയിലേക്ക്, ഡി. പ്രാർത്ഥനാമുറിയിലേക്ക്. ഉത്തരം ബി. ദൈവാലയത്തിലേക്ക്. ചോദ്യം 209. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ മറ്റു മനുഷ്യരെ വിശേഷിപ്പിച്ചത് എങ്ങനെ? എ. അക്രമികളും ദുഷ്ടരും വ്യഭിചാരികളുമെന്ന്, ബി. നീതിരഹിതരും അക്രമികളും വ്യഭിചാരികളുമെന്ന്, സി. അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്, ഡി. അക്രമികളും നീതിരഹിതരും പാപികളുമെന്ന്. ഉത്തരം ബി. അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമെന്ന്. ചോദ്യം 210. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? എ. പുരോഹിതൻ, ബി. ചുങ്കക്കാരൻ, സി. നിയമജ്ഞൻ, ഡി. ഫരിസേയൻ. ഉത്തരം ഡി. ഫരിസേയൻ. ചോദ്യം 211. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ്റെ പ്രാർത്ഥനയിൽ താൻ ആഴ്ചയിൽ ചെയ്യുന്നതായി പറയുന്ന സുകൃതമെന്ത്? എ. 2 ദിവസം ഉപവസിക്കുന്നു, ബി. 2 പ്രാവശ്യം ദശാംശം കൊടുക്കുന്നു, സി. 2 തവണ ഉപവസിക്കുന്നു, ഡി. 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഉത്തരം ഡി. 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ചോദ്യം 212. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ഫരിസേയൻ ചെയ്യുന്നതായി പറയുന്ന സുകൃതങ്ങളെന്ത്? എ. ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു, ബി. ആഴ്ചയിൽ 2 പ്രാവശ്യം ദശാംശം കൊടുക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ഓഹരി കൊടുക്കുന്നു, സി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു, ഡി. ആഴ്ചകൾ തോറും ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഉത്തരം സി. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, താൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ചോദ്യം 213. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ എന്തിനു പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിച്ചുവെന്നാണ് യേശു അരുളി ചെയ്തത്? എ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാൻ പോലും, ബി. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും, സി. ബലിപീഠത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും, ഡി. കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. ഉത്തരം ബി. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും. ചോദ്യം 214.
ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? എ. ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ബി. കർത്താവേ പാപിയായ എന്നിൽ കനിയണമേ. സി. പിതാവേ പാപിയായ എന്നിൽ കനിയണമേ. ഡി. ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഉത്തരം എ. ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ചോദ്യം 215. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയതാര്? എ. ചുങ്കക്കാരൻ. ബി. ഫരിസേയൻ. സി. പുരോഹിതൻ. ഡി. നിയമജ്ഞൻ. ഉത്തരം എ. ചുങ്കക്കാരൻ. ചോദ്യം 216. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയുടെ അവസാനം യേശു നൽകുന്ന സന്ദേശമെന്ത്? എ. തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുകയും ചെയ്യും. ബി. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. സി. തന്നെത്തന്നെ കരുതുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഡി. തന്നെത്തന്നെ പുകഴ്ത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഉത്തരം ബി. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ചോദ്യം 217. യേശു കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരെ ആയിരുന്നു? എ. അന്ധയാചകനെ. ബി. തളർവാദ രോഗിയെ. സി. ശിശുക്കളെ. ഡി. കുഷ്ഠരോഗിയെ. ഉത്തരം സി. ശിശുക്കളെ. ചോദ്യം 218. ശിഷ്യന്മാർ ജനക്കൂട്ടത്തെ ശകാരിച്ച അവസരമേത്? എ. ശിശുക്കളെ തലയിൽ കൈവച്ച് ആശീർവദിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. ബി. ശിശുക്കളെ കൈകൾ വെച്ച് ആശീർവദിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. സി. ശിശുക്കളെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. ഡി. ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. ഉത്തരം ഡി. ശിശുക്കളെ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ. ചോദ്യം 219. തൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത് എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? എ. കുട്ടികളെക്കുറിച്ച്. ബി. വിജാതീയരെക്കുറിച്ച്. സി. കുഞ്ഞുങ്ങളെക്കുറിച്ച്. ഡി. ശിശുക്കളെക്കുറിച്ച്. ഉത്തരം ഡി. ശിശുക്കളെക്കുറിച്ച്. ചോദ്യം 220. ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു ആരോടാണിത് പറഞ്ഞത്? എ. മാതാപിതാക്കളോട്. ബി. ഫരിസേയരോട്. സി. ശിഷ്യന്മാരോട്. ഡി. പുരോഹിതരോട്. ഉത്തരം സി. ശിഷ്യന്മാരോട്. ചോദ്യം 221. ദൈവരാജ്യം ആരെപ്പോലെയുള്ളവരുടേതാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ. കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവരുടേത്. ബി. ശിശുക്കളെപ്പോലെയുള്ളവരുടേത്. സി. ദൈവദൂതന്മാരെ പോലെയുള്ളവരുടേത്. ഡി. വയലിലെ ലില്ലികളെ പോലെയുള്ളവരുടേത്. ഉത്തരം ബി. ശിശുക്കളെപ്പോലെയുള്ളവരുടേത്. ചോദ്യം 222. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തവർ എങ്ങനെയുള്ളവരെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. ബി. ശിശുവിനെ പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്തവർ. സി. കുഞ്ഞുങ്ങളെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. ഡി. കുട്ടികളെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. ഉത്തരം എ. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവർ. ചോദ്യം 223. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? ആരാണ് യേശുവിനോട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത്? എ. ധനികനായ ഒരു അധികാരി. ബി. ധനികനായ ഒരു യുവാവ്. സി. ഒരു നിയമജ്ഞൻ. ഡി. ഒരു സദ്ക്കായൻ. ഉത്തരം എ. ധനികനായ ഒരു അധികാരി. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ഇപ്രകാരം പ്രബോധനം നൽകിയത്? എ. പുതിയ സൃഷ്ടിയാവുക. ബി. രക്ഷ. സി. വീണ്ടും ജനനം. ഡി. ദൈവരാജ്യം. ഉത്തരം ബി. രക്ഷ. ചോദ്യം 224. ജെറീക്കോയിൽ വച്ച് യേശു കണ്ടുമുട്ടിയ ധനികനായ മനുഷ്യനാര്? എ. നിക്കോദേമസ്. ബി. അരിമത്തിയക്കാരൻ ജോസഫ്. സി. സക്കേവൂസ്. ഡി. ബർത്തിമിയൂസ്. ഉത്തരം സി. സക്കേവൂസ്. ചോദ്യം 225. സക്കേവൂസ് ഏത് ദേശക്കാരനായിരുന്നു? എ. ഗലീലി. ബി. ജെറുസലേം. സി. സമരിയ. ഡി. ജെറീക്കോ. ഉത്തരം ഡി. ജെറീക്കോ. ചോദ്യം 226. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. അവൻ ആര്? എ. നഥാനിയേൽ. ബി. മത്തായി. സി. ശിമയോൻ. ഡി. സക്കേവൂസ്. ഉത്തരം ഡി. സക്കേവൂസ്.
ചോദ്യം 227. ജെറീക്കോയിൽ വച്ച് യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച ധനികനാര്? എ. അരിമത്തിയാക്കാരൻ ജോസഫ്, ബി. പീലിപ്പോസ്, സി. സക്കേവൂസ്, ഡി. ലാസർ. ഉത്തരം സി. സക്കേവൂസ്. ചോദ്യം 228. സക്കേവൂസ് എന്ന പേരിന് അർത്ഥമെന്ത്? എ. പ്രകാശിതൻ, അനുഗ്രഹീതൻ, ബി. നീതിമാൻ, ശുദ്ധൻ, സി. നന്മയുള്ളവൻ, നിഷ്കളങ്കൻ, ഡി. വിനയാന്വിതൻ, വിവേകി. ഉത്തരം ബി. നീതിമാൻ, ശുദ്ധൻ. ചോദ്യം 229. യേശുവിനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച സക്കേവൂസിൻ്റെ ജോലി എന്തായിരുന്നു? എ. ചുങ്കം പിരിക്കൽ, ബി. സൈന്യാധിപൻ, സി. കച്ചവടം, ഡി. കൃഷി. ഉത്തരം എ. ചുങ്കം പിരിക്കൽ. ചോദ്യം 230. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും ജനക്കൂട്ടത്തിൽ നിന്ന് സക്കേവൂസിനത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട്? എ. ഉയരം കുറവായതിനാൽ, ബി. പൊക്കക്കുറവിനാൽ, സി. കുള്ളനായിരുന്നതിനാൽ, ഡി. പൊക്കം കുറവായതിനാൽ. ഉത്തരം ഡി. പൊക്കം കുറവായതിനാൽ. ചോദ്യം 231. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് കയറിയിരുന്ന മരത്തിൻ്റെ പേര്? എ. ഒലിവ്, ബി. സിക്കമിൻ, സി. സിക്കമൂർ, ഡി. അത്തി. ഉത്തരം സി. സിക്കമൂർ. ചോദ്യം 232. മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഒരു മനുഷ്യനോട് യേശു വേഗം ഇറങ്ങി വരാൻ കൽപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ആര്? മരമേത്? എ. സക്കേവൂസ്, സിക്കമിൻ, ബി. സക്കേവൂസ്, സിക്കമൂർ, സി. നിക്കോദേമോസ്, സിക്കമൂർ, ഡി. നിക്കോദേമോസ്, സിക്കമിൻ. ഉത്തരം ബി. സക്കേവൂസ്, സിക്കമൂർ. ചോദ്യം 233. ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? എ. സിനഗോഗ് അധികാരിയോട്, ബി. നിക്കോദേമോസിനോട്, സി. ശതാധിപനോട്, ഡി. സക്കേവൂസിനോട്. ഉത്തരം ഡി. സക്കേവൂസിനോട്. ചോദ്യം 234. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേവൂസ് എന്തു ചെയ്തു? എ. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ കുമ്പിട്ടു, ബി. അവൻ വേഗം ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു, സി. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു, ഡി. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് ആനന്ദത്തോടെ അവനെ സ്വീകരിച്ചു. ഉത്തരം സി. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ചോദ്യം 235. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആ പാപി ആര്? എ. മത്തായി, ബി. ധനികനായ അധികാരി, സി. സക്കേവൂസ്, ഡി. നിക്കോദേമോസ്. ഉത്തരം സി. സക്കേവൂസ്. ചോദ്യം 236. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ആര് ആരെപ്പറ്റി പറഞ്ഞു? എ. യഹൂദർ യേശുവിനെപ്പറ്റി, ബി. ശിഷ്യന്മാർ യേശുവിനെപ്പറ്റി, സി. ഫരിസേയർ യേശുവിനെപ്പറ്റി, ഡി. നിയമജ്ഞർ യേശുവിനെപ്പറ്റി. ഉത്തരം എ. യഹൂദർ യേശുവിനെപ്പറ്റി. ചോദ്യം 237. യേശു സക്കേവൂസിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുന്നത് കണ്ട് ജനക്കൂട്ടം നൽകിയ പ്രതികരണം എന്തായിരുന്നു? എ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു, ബി. ഇവൻ പാപിയുടെ വീട്ടിൽ താമസിക്കുന്നല്ലോ എന്ന് അവർ പരസ്പരം പറഞ്ഞു, സി. ഇവൻ ചുങ്കക്കാരൻ്റെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു, ഡി. ഇവൻ പാപിയുടെ ഭവനത്തിൽ താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. ഉത്തരം എ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അവർ പിറുപിറുത്തു. ചോദ്യം 238. തൻ്റെ ഭവനത്തിൽ വന്ന യേശുവിനോട് സക്കേവൂസ് എന്തുമാത്രം താൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? എ. സ്വത്തിൻ്റെ 4/1, ബി. സ്വത്തിൻ്റെ 4 ഇരട്ടി, സി. സ്വത്ത് മുഴുവൻ, ഡി. സ്വത്തിൽ പകുതി. ഉത്തരം ഡി. സ്വത്തിൽ പകുതി. ചോദ്യം 239. വഞ്ചിച്ചെടുത്തിട്ടുള്ള സ്വത്തിന് സക്കേവൂസ് എങ്ങനെ പരിഹാരം ചെയ്യുമെന്നാണ് യേശുവിനോട് പറഞ്ഞത്? എ. 4/1 തിരിച്ചു കൊടുത്തുകൊണ്ട്, ബി. ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, സി. 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്, ഡി. പകുതി തിരിച്ചു കൊടുത്തുകൊണ്ട്. ഉത്തരം സി. 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തുകൊണ്ട്. ചോദ്യം 240. സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുമെന്നും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്നും തീരുമാനിച്ച ചുങ്കക്കാരൻ ആര്? എ. അരിമത്തിയാക്കാരൻ ജോസഫ്, ബി. സക്കേവൂസ്, സി. ലാസർ, ഡി. നിക്കോദേമോസ്. ഉത്തരം ബി. സക്കേവൂസ്. ചോദ്യം 241.
ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ആരുടെ ഭവനത്തിന്? എ. സിനഗോഗ് അധികാരിയുടെ, ബി. ശതാധിപൻ്റെ, സി. സക്കേവൂസിൻ്റെ, ഡി. നിക്കോദേമോസിൻ്റെ. ഉത്തരം സി. സക്കേവൂസിൻ്റെ. ചോദ്യം 242. സക്കേവൂസിൻ്റെ ആരുടെ പുത്രൻ എന്നാണ് യേശു വിശേഷിപ്പിക്കുന്നത്? എ. ദൈവത്തിൻ്റെ പുത്രൻ, ബി. അബ്രാഹത്തിൻ്റെ പുത്രൻ, സി. ദാവീദിൻ്റെ പുത്രൻ, ഡി. യാക്കോബിൻ്റെ പുത്രൻ. ഉത്തരം ബി. അബ്രാഹത്തിൻ്റെ പുത്രൻ. ചോദ്യം 243. ദൈവത്തിൻ്റെ രക്ഷാകര സാന്നിധ്യം സ്വന്തം വീട്ടിൽ ഇന്ന് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ധനാഢ്യൻ്റെ പേര്? എ. ലാസർ, ബി. അരിമത്തിയക്കാരൻ ജോസഫ്, സി. സക്കേവൂസ്, ഡി. നിക്കോദേമോസ്. ഉത്തരം സി. സക്കേവൂസ്. ചോദ്യം 244. യേശുവിൻ്റെ ജനനവാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാർ അതിവേഗം പോയി യേശുവിനെ കണ്ടതുപോലെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച വ്യക്തിയാര്? എ. നിക്കോദേമോസ്, ബി. മർത്ത, സി. മറിയം, ഡി. സക്കേവൂസ്. ഉത്തരം ഡി. സക്കേവൂസ്. ചോദ്യം 245. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ് യേശു അരുളി ചെയ്തത്? എ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി വീണ്ടെടുക്കാൻ, ബി. പാപികളെ രക്ഷിക്കാൻ, സി. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ, ഡി. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ കൊണ്ടുവരാൻ. ഉത്തരം സി. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ചോദ്യം 246. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? എ. യേശു ജനക്കൂട്ടത്തോട്, ബി. യേശു നിയമജ്ഞരോട്, സി. യേശു ശിഷ്യന്മാരോട്, ഡി. യേശു സക്കേവൂസിനോട്. ഉത്തരം ഡി. യേശു സക്കേവൂസിനോട്. ചോദ്യം 247. ജെറുസലേമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി യേശു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ അരുളി ചെയ്ത ഉപമയേത്? എ. 10 നാണയത്തിൻ്റെ ഉപമ, ബി. കാണാതായ ആടിൻ്റെ ഉപമ, സി. ധൂർത്തപുത്രൻ്റെ ഉപമ, ഡി. കൃഷിക്കാരൻ്റെ ഉപമ. ഉത്തരം എ. 10 നാണയത്തിൻ്റെ ഉപമ. ചോദ്യം 248. 10 നാണയത്തിൻ്റെ ഉപമ പറയുന്ന അവസരത്തിൽ യേശുവും ശിഷ്യന്മാരും എവിടെയായിരുന്നുവെന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? എ. ജെറീക്കോയിൽ, ബി. ജെറുസലേമിന് സമീപത്ത്, സി. ജെറുസലേമിനും സമരിയായിക്കും ഇടയിൽ, ഡി. ജെറീക്കോയ്ക്ക് സമീപത്ത്. ഉത്തരം ബി. ജെറുസലേമിന് സമീപത്ത്. ചോദ്യം 249. 10 നാണയത്തിൻ്റെ ഉപമ യേശു പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവർ എന്ത് വിചാരിച്ചിരുന്നു എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്? എ. ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് എന്ന്, ബി. ഇവൻ തന്നെയാണോ വരാനിരിക്കുന്നവൻ എന്ന്, സി. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്, ഡി. തങ്ങളെക്കുറിച്ചാണ് ഇവൻ പറയുന്നത് എന്ന്. ഉത്തരം സി. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന്. ചോദ്യം 250. അവരിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരോടാണ് പ്രഭു ഇങ്ങനെ പറഞ്ഞത്? എ. അവിടെ ഉണ്ടായിരുന്നവരോട്, ബി. വേലക്കാരനോട്, സി. സമീപത്ത് നിന്നവരോട്, ഡി. ചുറ്റും നിന്നിരുന്നവരോട്. ഉത്തരം ഡി. ചുറ്റും നിന്നിരുന്നവരോട്. ചോദ്യം 251. ഉള്ളതുപോലും ആരിൽ നിന്ന് എടുക്കപ്പെടും എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? എ. അവിവേകിയിൽ നിന്ന്, ബി. അനീതി പ്രവർത്തിക്കുന്നവനിൽ നിന്ന്, സി. ദുഷ്ടനിൽ നിന്ന്, ഡി. ഇല്ലാത്തവനിൽ നിന്ന്. ഉത്തരം ഡി. ഇല്ലാത്തവനിൽ നിന്ന്. ചോദ്യം 252. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ വചനങ്ങൾ യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമായാണ്? എ. ഫരിസേയനും ചുങ്കക്കാരനും, ബി. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും, സി. 10 നാണയത്തിൻ്റെ, ഡി. ന്യായാധിപനും വിധവയും. ഉത്തരം സി. 10 നാണയത്തിൻ്റെ. ചോദ്യം 253. 10 നാണയത്തിൻ്റെ ഉപമയിൽ താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ എന്തു ചെയ്യണമെന്നാണ് പ്രഭു പറഞ്ഞത്? എ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് ശിക്ഷിക്കണമെന്ന്, ബി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന്, സി. അവരെ കാരാഗൃഹത്തിൽ അടയ്ക്കണമെന്ന്, ഡി. അവരെ തൻ്റെ മുമ്പിൽ നിന്നും പുറത്താക്കണമെന്ന്. ഉത്തരം ബി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ച് കൊന്നുകളയണമെന്ന്. ചോദ്യം 254. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ക്രിസ്ത്യാനികൾ പ്രവർത്തനനിരതരാകണമെന്നും അപ്പോൾ അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നും പഠിപ്പിക്കുന്ന ഉപമയേത്? എ. ന്യായാധിപനും വിധവയും, ബി. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും, സി. ഫരിസേയനും ചുങ്കക്കാരനും, ഡി. 10 നാണയത്തിൻ്റെ ഉപമ. ഉത്തരം ഡി. 10 നാണയത്തിൻ്റെ ഉപമ.
ചോദ്യം 255. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ടുള്ള യാത്രയാണ് തുടർന്നത്? എ. ജെറുസലേമിൽ നിന്നുള്ള യാത്ര. ബി. ജെറുസലേമിലേക്കുള്ള യാത്ര. സി. ജെറീക്കോയിലേക്കുള്ള യാത്ര. ഡി. ജെറീക്കോയിൽ നിന്നുള്ള യാത്ര. ഉത്തരം ബി. ജെറുസലേമിലേക്കുള്ള യാത്ര. ചോദ്യം 256. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒലിവുമലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളുടെ പേരെന്ത്? എ. ബെത്ഫഗെ ജെറീക്കോ. ബി. ജെറുസലേം ജെറീക്കോ. സി. ബെത്ഫഗെ ജെറുസലേം. ഡി. ബെത്ഫഗെ ബഥാനിയ. ഉത്തരം ഡി. ബെത്ഫഗെ ബഥാനിയ. ചോദ്യം 257. ജെറുസലേം പ്രവേശനം നടത്തുന്നതിനുള്ള കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് യേശു ആരെയാണ് പറഞ്ഞയച്ചത്? എ. ഒരു ശിഷ്യനെ. ബി. 2 ശിഷ്യന്മാരെ. സി. പത്രോസിനെയും യോഹന്നാനെയും. ഡി. യാക്കോബിനെയും അന്ത്രയോസിനെയും. ഉത്തരം ബി. 2 ശിഷ്യന്മാരെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻ. യേശു വിലപിച്ചത് ഏത് പട്ടണത്തെ കണ്ടപ്പോഴാണ്? എ. സോതോം. ബി. കൊറാസീൻ. സി. ബെത്സൈദ. ഡി. ജെറുസലേം. ഉത്തരം ഡി. ജെറുസലേം. തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കിട്ടിയ മാർക്ക് വെച്ച് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.